ഞാനിപ്പോൾ ഏകദേശം ഈ ഐഫോൺ 14 യൂസ് ചെയ്തിട്ട് ഏകദേശം 1 ഇയറിനടുത്താവാനായി. ആൻഡ് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ആൻഡ് ഈ ഫോൺ 2026 എടുക്കുന്ന ആക്ച്വലി വെർത്താണോ അല്ലെന്നതിൻ്റെ ഒരു ക്ലിയർ ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റും. ആൻഡ് ഈ വീഡിയോ ഫുള്ള് കാണുന്നത് എന്തുകൊണ്ട് വെറുതെ, കാരണം ഞാൻ ഈ ഫോണിൻ്റെ മെയിൻ ഫോണായിട്ട് 1 ഇയർ യൂസ് ചെയ്താൽ, അതുകൊണ്ട് ഈ ഫോണിൻ്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. ആൻഡ് ഞാൻ പറഞ്ഞു ഈ ഐഫോൺ 14 പേരിൽ നിങ്ങൾ കാണേണ്ട ആകപ്പാട് ഒറ്റ വീഡിയോ ഇത് മാത്രം. ക്ലിയർ ആൻസർ കിട്ടും, റോ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ തരാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോൻ്റെ ഒരു ഫ്ലോ എങ്ങനെ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് പറയും. ആൻഡ് അതിനുശേഷം ഈ ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കണം. ആൻഡ് മൂന്നാമത് ഞങ്ങൾക്ക് പറഞ്ഞുതരും ഈ ഫോൺ ആക്ച്വലി 2023 വെറുത്താണോ അല്ല എന്നുള്ളത്. ഇത് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐഫോൺ 14 കാര്യത്തിൽ വരുമ്പോൾ, ഈ ഐഫോൺ 14 നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യ സമയത്ത് ഇത് നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വെച്ചിട്ടാണ്. നിങ്ങളൊരു ഓഫ്ലൈൻ സ്റ്റോർക്ക് കയറി വിചാരിക്കും, അപ്പോൾ അവിടെ ഈ ഐഫോൺ 14 നിങ്ങൾ കാണുന്ന സമയത്ത് ഇത് നിങ്ങൾ അതോടെ പോയിട്ട് കയ്യിലെടുത്ത് വിചാരിക്കുക. ആൻഡ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ കൺവിൻസ്ഡ് ആയി പോകും ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കണം എന്നുള്ള രൂപത്തേക്ക്. കാരണം ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻ 2026 ടോപ്പ് നോച്ചാണ്. ഒരു കോമ്പാക്ട് സൈസ് വരുന്ന ഫോണാണ്. ആൻഡ് അതും പോരായിട്ട് ഇത് നമുക്ക് തരുന്ന ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. സത്യത്തിലും ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഗ്ലാസ് ബാക്കാണ്. ആൻഡ് ഫ്രണ്ടിൽ വരുന്ന സെറാമിക് ഷീൽഡൊക്കെയാണ്, IP68 വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ഇതൊരു ബോക്സി ഡിസൈൻ ആണെങ്കിൽ കൂടെ, അതായത് ഈ ഭാഗമൊക്കെ ഏകദേശം ഷാർപ്പാണ്. സ്റ്റിൽ നമ്മൾ ഈ വൺ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ആ ഇൻ ഹാൻഡ് ഫീൽ ഇതിന് ശരിക്കും തരാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് ആപ്പാടെ 6.1 ഇഞ്ച് ഈ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സൈസുള്ളത്. അത് കോമ്പാക്ട് സൈസ് വരുന്ന ഫോണാണ്. വൺ ഹാൻഡിൽ നമുക്ക് ഈ ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ പറയലെന്ന് വെച്ചാൽ ഈ ഫോണിന് ആകപ്പാടെ 172 ഗ്രാമേ ഉള്ളൂ. അതായത് അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. ആൻഡ് ഈ സൈഡിൽ വരുന്ന ഒരു അലൂമിനിയം ഫ്രെയിമൊക്കെയാണ്. ആൻഡ് ഇത് ഓവറോൾ ഈ ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പിന് വെച്ചാൽ, ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. എസ്പെഷ്യലി ഈ 1 ഇയറിന് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 പ്രാവശ്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ വീണിട്ടുണ്ട്. ഒരു ഹ്യൂമൻ നിൽക്കുന്ന ഡിസ്റ്റൻസിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഫോൺ അതിനൊക്കെ ക്ലിയർലി സർവൈവ് ചെയ്തിട്ടുണ്ട്. ലക്ലി. കാരണം എനിക്കങ്ങനെ അതത് പിന്നെ ഇതിന് ഡ്യൂറബിലിറ്റിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ജസ്റ്റ് ഇവിടെ തന്നെ പറഞ്ഞു പോവാം. അതായത് ഇതിൻ്റെ ക്യാമറ റിംഗ് ഉണ്ടല്ലോ, ആദ്യം ഈ ഫോൺ യൂസ് ചെയ്തത് ഇതിൻ്റെ കാക്കി. ആൻഡ് ആ ടൈമിൽ ഓൺ കേസ് ഇടാതെ ഈ ഫോൺ യൂസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ക്യാമറൻ്റെ റിങ്ങിൻ്റെ അവിടുത്തെ ആ കളർ ജസ്റ്റ് പോകുന്നുണ്ട്. ആൻഡ് അത് അവിടെ മാത്രമല്ല ഈ അലൂമിനിയം ഫ്രെയിമിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ പറയല്ല വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അതായത് ഈ ഒരു മ്യൂട്ട് ബട്ടൺ എന്നുള്ള സംഭവം. ആൻഡ് ഇത് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി നമ്മൾ ഈ പള്ളി പോലത്തെ സ്ഥലങ്ങളൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് സ്വൈപ്പ് ചെയ്യുക, ഓൺ ചെയ്യുക, ഇല്ല നോട്ടിഫിക്കേഷൻ ഫുൾ ബ്ലോക്ക് ആവും. ആൻഡ് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഈവൻ ഈ 2026 ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് നമുക്കറിയാം, ഈ ഫോണിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കിട്ടലാണ്. ഈവൻ ഇൻ 2026 സർപ്രൈസിംഗ്ലി അതായത് ഇപ്പോൾ ഈ ഐഫോൺ 14 ഏകദേശം നിങ്ങൾക്ക് യൂസർ കിട്ടുക ഒരു 30K. ഈ 30K അറൗണ്ട് വരുന്ന ഏത് ആൻഡ്രോയിഡ് ഫോണിനെക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണ് ഐഫോൺ 14 നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് പറയാതൊക്കെ വെച്ചാൽ അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ലെൻസിന് ഒരു 12 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ്. പിന്നെ സെൽഫി ക്യാമറ എന്ന് വെച്ചാൽ ഒരു 12 മെഗാ പിക്സലിലാണ്. അതിന് ഓട്ടോ ഫോക്കസ് ഒക്കെ ഫസ്റ്റായിട്ട് ഐഫോണിൻ്റെ ബേസ് മോഡൽ കൊണ്ടുവന്ന് ഐഫോൺ 14. ആൻഡ് ഇവിടെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, എസ്പെഷ്യലി വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഫോൺ സത്യം പറഞ്ഞാൽ ശരിക്കും ഇമ്പ്രസ് ചെയ്ത് കളയും. ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ വീഡിയോസ് മൊത്തം എടുത്തുള്ള ഐഫോൺ 14 ആണ്. ആൻഡ് ഈവൻ നൈറ്റ് വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ പോലും ഈ ഫോൺ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതായത് ഞാൻ പറയുമ്പോൾ ഈ ഒരു 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിലാറെ ബെറ്ററായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ കിട്ടില്ല. ആൻഡ് ഞാൻ സത്യം പറയാലോ, ഇതിൻ്റെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി വീഡിയോസിൻ്റെ ക്വാളിറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇത് കൂടുതലും നാച്ചുറലും റോ ആയിട്ടുള്ള ഒരു ഇത് എടുക്കാനാണ് നോക്കുക. അതായത് ഭയങ്കര ഹൈപ്പറായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ നോക്കില്ല. അതായത് ഇപ്പോൾ ചില ഭയങ്കര എൻഹാൻസ്മെൻറ്റ് വരുമല്ലോ ചില വീഡിയോസിൽ. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഇപ്പോൾ ചില ചില ഫോൺസിൻ്റെ ബ്രാൻഡ്സ് എടുക്കുന്ന വീഡിയോസ് ഭയങ്കര എൻഹാൻസ് ആയി തോന്നും, ഭയങ്കര വൈറ്റിഷ് ആയിട്ട് തോന്നും. ബട്ട് ഇതങ്ങനെ ഇതൊരു നാച്ചുറൽ റോ ആ ഒരു ഫീലിംഗ് എനിക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ ഫോട്ടോൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ തന്നെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈസാണ്. ആൻഡ് പിന്നെ അടുത്തതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള അടുത്തൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസാണ്. ഈ ഫോണിൻ്റെ പെർഫോമൻസ് എന്തുകൊണ്ട് ഇത്ര ബെറ്റർ? കാരണം ഇതിലിരിക്കുന്നത് A15 ബയോണിക് ചിപ്പാണ്. A15 ബയോണിക് ചിപ്പിൻ്റെ കാര്യം വെച്ചാൽ ഈവൻ ഇൻ 2026 A15 ബയോണിക് ചിപ്പിൻ്റെ പെർഫോമൻസ് വാസ് ഇംപ്രസീവ്. ഞാൻ അത് 1 ഇയറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. A15 ബയോണിക് ചിപ്പിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. ആൻഡ് ഇതെങ്ങനെയാ വെച്ചാൽ ഈ ഫോൺ ഏകദേശം ഇപ്പോൾ 4 കൊല്ലം പഴക്കമുണ്ട്. 2022 ഈ ഐഫോൺ 14 ഇറങ്ങിക്കണേ.
അതായത് ഏകദേശം 3 കൊല്ലവും 11 മാസവും ഈ ഫോണിന് പഴക്കമുണ്ട്. ആ കാര്യങ്ങൾ മറക്കരുത്. സ്റ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ എത്ര നല്ലതാണ്. A15 ബയോണിക് നല്ല സിംഗിൾ കോർ പെർഫോമൻസ് ഉണ്ട്. ആൻഡ് ഇത് കാരണം ഇതിന് നല്ല രീതിക്ക് നല്ല റോ പവർ ഉണ്ട് A15 ബയോണിക് പറഞ്ഞ ഈ ചിപ്സെറ്റ്. ആൻഡ് ഇത് നമ്മൾ നോർമൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യണീനോ ആൻഡ് നമ്മളൊരു ലൈറ്റ് ഗെയിമിംഗ് കളിക്കണം യാതൊരു ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഈവൻ ഞാൻ BGMI കളിച്ചപ്പോലും എനിക്കൊരു ലേഗോ ഒരു ബഗ്ഗോ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തില്ല. ആകെപ്പാടുള്ള പ്രശ്നം ഈ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് മാക്സിമം ഒരു 60 FPS വരെയൊക്കെ പോവുള്ളൂ. ആൻഡ് അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെ പെർഫോമൻസ് ഇപ്പോഴും സോളിഡാണ്. അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത് ഞാൻ ഈ 30,000 റുപ്യക്കാണ് ഇതിന് 256 GB വേരിയൻറ്റ് 30K ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതൊരു 85 എബോവ് ബാറ്ററി ഹെൽത്തിൽ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. മനസ്സിലായോ? ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രൈസ് സെഗ്മെൻറ്റിലെ ബാക്കിയുള്ള എല്ലാ ഫോൺസിനെക്കാളും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. A15 ബയോണിക് ചിപ്പ് ഈവൻ ഇൻ 2026 സോളിഡ് പെർഫോമൻസ് വരും. കാരണം ആ കാര്യത്തിൽ എന്നെ ഇമ്പ്രസ് ചെയ്തു. കാരണം റോ പവർ ഒത്തിരി കൂടുതലാണ് തന്നെ ഈ ഫോണിന് ആ ഒരു ലാഗി ഫീൽ ഒരിക്കലും കിട്ടില്ല. ഒരു ഡേ ടു ഡേ ലൈഫ് ഇത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അടുത്തതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, ഒരു പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, ഫസ്റ്റ് ഇതിന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ 6.1 ഇഞ്ചിന് തന്നെ റെറ്റിന OLED ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ കളറിങ് മറ്റേത് മറിച്ച് ഇതിൻ്റെ ഒരു ഷാർപ്പ്നെസ്സും റിച്ച്നെസ് ഉണ്ടല്ലോ. ഈ ഡിസ്പ്ലേൻ്റെ ഒരു ഷാർപ്പ്നെസ്സും റിച്ച്നെസ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അൺമാച്ച്ഡ്, പറയാതിരിക്കാൻ പറ്റുക. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിക്ക് എന്നെ ഇമ്പ്രസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വരുന്നതോ ഫേസ് ലോക്കാണ് ഇതിലുള്ളത്. ബട്ട് ഫേസ് ലോക്ക് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് സ്നാപ്പ് കണ്ട ഒറ്റടിക്ക് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അഡ്വാൻറ്റേജ് ആണ്. എസ്പെഷ്യലി നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല, അത് വെറും ഫേസ് ഐ ഡി ആണ്. ബട്ട് അത് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് സ്നാപ്പ് ആണ്. അതുകൊണ്ട് അതിൽ എനിക്ക് യാതൊരു കുഴപ്പം തോന്നിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പോസിറ്റീവ്. പിന്നെ ഇതിൽ വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ സ്പീക്കേഴ്സും കിടിലാണ്. ഈവൻ ഇപ്പോൾ എൻ്റെ ബ്രദറൊക്കെ യൂസ് ചെയ്യുന്ന S25 Ultra ആൻഡ് അത് വെച്ചാണ്ട് ഞാൻ നോക്കുമ്പോൾ സ്പീക്കർ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ സ്പീക്കേഴ്സ് ഭയങ്കര ലൗഡാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നത് നല്ല ലൗഡാണ്. ആൻഡ് ആ നല്ല ലൗഡാവുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വോയിസ് ഇങ്ങനെ പരക്കും, ആ ഒരു ക്വാളിറ്റി. ബട്ട് അത്ര ലൗഡാണെങ്കിൽ കൂടെ തന്നെ ഇത് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കേഴ്സ് എനിക്ക് ബാക്കിയുള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിനെ അപേക്ഷിച്ചൊക്കെ ഉണ്ട്. ഈ ഐഫോണിൻ്റെ സ്പീക്കേഴ്സ് എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ കാര്യത്തിലും ആപ്പിൾ നൈസ് ചെയ്യാൻ. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ട് വന്നത്. ആൻഡ് ഇനി ഇത് നമ്മളിതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോൾ ഇനി പറയാൻ പോണ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശരിക്കും കേട്ടണം. ഒന്നാമത് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം, ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഈ ഫോൺ എന്നാ റിലീസായത്? 2022 നവംബറിൽ. വിച്ച് മീൻസ് ഈ ഫോൺ ഇപ്പോൾ എത്ര കൊല്ലം പാക്കായി? നിയർ ടു 4 ഇയേഴ്സ് പാക്കാവാൻ. 4 കൊല്ലം ഈ ഫോണിന് പാക്കണ്ടെന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം. ആൻഡ് ഇനി ഇതിന് മാക്സിമം പോയിട്ടൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുക പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു 2 ഇയേഴ്സും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ സത്യം പറയാനോ വെറുത്തു. എസ്പെഷ്യലി ഇന്നെപ്പോലെ ഒരാൾക്ക് ഞാൻ ഇല്ല പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ലാപ്പിൻ്റെ ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും 144 ഹെഡ്സാണ്. ആ 144 ഹെഡ്സിലെ ലാപ്പിൽ നിന്ന് നേരെ ഈ iPhone 14 പോകുമ്പോൾ എനിക്കെങ്ങനെ ഫീൽ ചെയ്യണോ? ജസ്റ്റ് നമ്മൾ ഈ വെള്ളത്തിൽ കൈയിട്ടാണ് ഇങ്ങനെ കൈയായിട്ട് കിട്ടുന്ന ഫീൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാൻഡ് പേപ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് 144 ഹെഡ്സിൽ നിന്ന് 60 ഹെഡ്സൊക്കെ മാറുമ്പോൾ എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കാണില്ല. ആൻഡ് അത് ഐഫോണിൻ്റെ ഈ ബേസ് വേരിയൻറ്റിനൊക്കെ അല്ലെങ്കിൽ 14, 15, 16 ഒക്കെ ഒരു പ്രശ്നമാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും 2026 അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. 120 ഹെഡ്സ് ഇന്നെ സമയത്തോളം മസ്റ്റായിരുന്നു. ആൻഡ് അത് ഞാനൊരു നെഗറ്റീവ് പോയിൻ്റ് ആയിട്ടാണ് സ്റ്റിൽ കാണുന്നത്. ആൻഡ് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വരും ഈ ആൻഡ്രോയിഡിൻ്റെ 120 ഹെഡ്സിനെക്കാളും ബെറ്റർ ഐഫോണിൻ്റെ 60 ഹെഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കാണാൻ പറ്റും. ആൻഡ് ഞാൻ പറയണത് അത് വെറും പൊട്ടത്തിലാണ്. 120 ഹെഡ്സ് തന്നെയാണ്. ആൻഡ് ഈ കാര്യത്തിൽ എനിക്കിതിൻ്റെ മേജറായിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് ഇതാ. ഈ സാംസങ്ങിൻ്റെ S സീരീസ് വരുന്ന ഫോൺസൊക്കെ ഈ ഫോണിനെ എങ്ങനെ ബീറ്റ് ചെയ്യണമോ? ഈവൻ ഓലെ ബേസ് മോഡലിൽ പോലും ഒരു 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ കൊടുക്കും. ആൻഡ് ഇവരിപ്പോഴും ആ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേയും കയ്യിൽ പിടിച്ച് നടക്കും. എനിക്ക് മനസ്സിലാവണില്ല. അതും പാടെ ഈ ഫോൺ ഒരു 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ഫോൺ ഒരു ബെറ്റർ ഇതിനേക്കാളും എത്ര റേറ്റിംഗ് ഒന്നും ഈ ഫോണിന്. മൂന്നാമത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് പോർട്ട്, ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ആണ് മൂന്നാമത്തെ കാര്യം. ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയാം. 3279 mAh വരുന്നൊരു ബാറ്ററിയാണ് ഇതിലുള്ളത്. എനിക്കറിയാം ഈ ഫോൺ ഒരു കോമ്പാക്ട് സൈസുള്ള ഫോണാണ്, അപ്പോൾ അത്രയ്ക്ക് പവർ ഹങ്കർ വേണ്ടില്ല, 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണെന്നൊക്കെ. ഈ ഫോൺ ഞാൻ സത്യം പറയാലോ, എനിക്കൊരു 85 എബോ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഉണ്ടായിരിക്കുന്ന ടൈം എനിക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ ഓൺ ടൈം കിട്ടീനി. വിച്ച് മീൻസ് ഒരു 6 to 7 ഹവേഴ്സൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടീനി. അതായത് ആ ഒരു ടൈമിലൊക്കെ എൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം എങ്ങനെ വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കും.
ആൻഡ് അത് കഴിഞ്ഞിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി വരെ നിൽക്കും. ആ ഒരു പാറ്റേൺ അതിന് ഇത്രയും കാലം അതിന് വെച്ച് പോയിന്. ബട്ട് ദ മൊമെൻറ്റ് ഇതിൻ്റെ ബാറ്ററി 80% താഴത്തേക്ക് വന്നതോടുകൂടി ശോകാവസ്ഥയാണ്. സത്യം പറഞ്ഞാലോ മടുത്തും. ഇതിൻ്റെ ബാറ്ററി 80% താഴത്തേക്ക് വന്നതിന് ശേഷം എനിക്കിത് ഒരു ദിവസം 3 to 4 വട്ടം എനിക്ക് ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരും. ആൻഡ് 80 അതായത് ഞാൻ പറഞ്ഞാൽ ഈ ഫോണൊക്കെ എനിക്ക് യൂസ്ഡേ കിട്ടുള്ളൂ. ആൻഡ് അത് റിപ്പയർ ചെയ്യാത്തൊരു യൂസ്ഡ് ഫോൺ 85% എബോ അല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ബട്ട് അത് ആ ഒരു 85% എബോ താഴത്തേക്കാണ് ബാറ്ററി ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ബാറ്ററി ഹെൽത്ത് ഒട്ടും നിൽക്കില്ല. മനസ്സിലായോ? ആൻഡ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് പറഞ്ഞാൽ 20 വാട്ടാണ് ചാർജിങ് സ്പീഡ് എന്നുള്ളത്. ആൻഡ് അത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നുക വെച്ചാൽ, ഒരു സത്യത പറയുകയാണെന്നുണ്ടെങ്കിൽ 0 to 80% ഈ ഐഫോൺ പെട്ടെന്ന് ചാർജ് ആവും. അതായത് വിത്തിൻ ഒരു 1 hour കൊണ്ട് 0 to 80% ആവും. 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളെങ്കിൽ കൂടും. പിന്നെ 80 to 100% ആവാൻ ഒരു 20 മിനിറ്റ്സും. അതായത് ടോട്ടൽ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 1 hour 20 മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ 1 hour 30 മിനിറ്റ് കൊണ്ട് 0 to 100 ആവും. ആൻഡ് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 85 എബോ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 to 7 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. ആൻഡ് 85 എബോക്ക് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പോകണോ അന്ന് മുതൽ ഈ ഫോണിൻ്റെ അവസ്ഥ വളരെ ശോകമായിരിക്കും. അത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് അത് ഞാൻ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള അനുഭവം വെച്ച് പറയണം. നമ്മൾ ഒരുപാട് കടന്ന് അനുഭവിക്കും ഈ ഫോൺ അങ്ങനെ വെക്കുമ്പോൾ. ആൻഡ് പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ലൈറ്റ്നിങ് കേബിളാണ്. എനിക്കറിയാം ഈ 2024 നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ടൈപ്പ് സി കേബിളാണ്. ഈവൻ ന്യൂവർ ഐഫോൺസിൽ പോലും ടൈപ്പ് സി ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലൈറ്റ്നിങ് കേബിൾ സത്യം പറഞ്ഞാൽ എടുത്തു. നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫോണിലാണ്. പൊതുവേ ഞാൻ വീഡിയോ എടുക്കൽ ഈ ഐഫോൺ 14 ആൻഡ് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു കേബിളാണ്. അതായത് എൻ്റെ മൈക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഐഫോൺ 14 ഈ കേബിൾ കുത്തി കയറ്റിയിട്ട് വേണം എനിക്ക് ഞാൻ മൈക്കിനായിട്ട് കോമ്പാറ്റബിൾ ആണ്. എൻ്റെ ലാപ്പാവട്ടെ, എൻ്റെ മൈക്കാവട്ടെ, എൻ്റെ കീബോർഡ്സ്, എൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് സി ആണ്. കാരണം യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആയിട്ടുള്ളത് ടൈപ്പ് സി ആണ്. ആൻഡ് ഈ ലൈറ്റ്നിങ് കേബിളിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു തുടങ്ങി. ആൻഡ് ഇതൊരു നെഗറ്റീവ് പോയിൻ്റാണെന്ന് വെച്ചാൽ യെസ് ഡെഫിനറ്റ്ലി നെഗറ്റീവ് പോയിൻ്റാണ്. ആൻഡ് മൂന്നാമത് ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഇതിൽ ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളൊന്നുമില്ല. ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ അപ്പോഴും ഉള്ളത് ആ പഴയ നോച്ചാണ്. ഓർത്തോ? മനസ്സിലായോ? ഇതിലിപ്പോഴും ഉള്ളത് ആ പഴയ നോച്ചാണ്. ഇത് ചില ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവും. പക്ഷേ നമ്മളിത് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് നോർമലായിട്ട് തോന്നും. ബട്ട് ഇത് നമുക്ക് ആ ഒരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഫോണിൻ്റെ 120 Hz ഡിസ്പ്ലേ ഉള്ളതും ഒരു ഹോൾ പഞ്ച് ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആ സെൽഫി ക്യാമറ ഹോൾ പഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോണിൻ്റെ സമയത്ത് ആദ്യ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് തോന്നുമെങ്കിലും പിന്നെ നിങ്ങൾക്ക് അതിനായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കും. അത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും പിന്നെ അല്ല വെച്ചാൽ ഇതിലടുത്ത് വരുന്ന കാര്യം വെച്ചാൽ നെക്സ്റ്റ് ഒരു 2 years പാടെ ചിലപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ കാരണം, ചിലപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും കിട്ടിയ കാരണം. പക്ഷേ അത്രയും ടൈം ഇതിൻ്റെ ബാറ്ററി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പറയാൻ വെച്ചാൽ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. അതായത് നിങ്ങൾ ആപ്പിൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ആപ്പിൾ പറഞ്ഞു വെച്ചാൽ ഐഫോൺ 15 Pro മുതൽ അതിൻ്റെ മേലക്കുള്ള ഡിവൈസുകൾക്ക് മാത്രമേ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആൻഡ് ഇതിലെന്ന് പറഞ്ഞത് A15 ബയോണിക് ചിപ്പാണ്. മിനിമം A17 ബയോണിക് ചിപ്പില്ല ഐഫോൺസിൽ മുതലേ ഈ ആപ്പിൾ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കുക, ഈ ഫോൺ അത്രയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക് അല്ല. വിത്തിൻ ഒരു നെക്സ്റ്റ് 2 years പാടാണ് ഈ ഫോൺ നിങ്ങൾക്ക് ഒരു പ്രൈം ടൈം തരാൻ പോകുന്നത്. അതായത് ഒരു 2 years നിങ്ങൾക്ക് ഈ ഫോൺ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ ഏജിങ് കാണിച്ചു തുടങ്ങും. ഓൾറെഡി 4 years ആയി. പൊതുവെ ഐഫോൺസൊക്കെ ലാസ്റ്റ് ചെയ്യൽ ഒരു 6 years ആണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ഒരു 2 years പാടെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആൻഡ് നമ്മൾ കം ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈസ് ദിസ് വർത്ത് ഇൻ 2026? ഓക്കെ, ദ ഹോണസ്റ്റ് ആൻസർ ഈസ് നോ. ആൻഡ് ഈ ഫോൺ ഇങ്ങനെ ഞാൻ ഇതിനെങ്ങനെ പറയാൻ കാരണം, ഈ ഫോൺ ഒരു വേസ്റ്റ് ഫോണായതുകൊണ്ടല്ല. ഇത്ര നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഫോൺ അത്രക്കും മോശമാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ആൻഡ് സ്റ്റിൽ എന്തുകൊണ്ട് ഞാൻ 2026 ഈ ഫോണിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതിന് തൊട്ടടുത്തിറങ്ങിയിട്ടില്ലേ ഐഫോൺ 15 കാരണം. ഈ ഐഫോൺ 14ഉം 15ഉം തമ്മിൽ വ്യത്യാസം നോക്കുമ്പോൾ അത് നമുക്കത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നും. അതിന് ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐഫോൺ 14ൻ്റെ ക്യാമറ നിങ്ങളെടുത്തോ. ഐഫോൺ 14ൻ്റെ ഇതിൻ്റെ മെയിൻ ലെൻസ് എന്ന് പറഞ്ഞാൽ 12 MP. ബട്ട് ഐഫോൺ 15ൻ്റെ മെയിൻ ലെൻസ് ആദ്യമായിട്ട് ഒരു ബേസ് വേരിയൻ്റ് തന്നെ 48 MP കൊടുന്നു. ആൻഡ് അത് വിച്ച് മീൻസ് അതിൻ്റെ വീഡിയോ എടുക്കാനാവട്ടെ ഫോട്ടോ എടുക്കാനാവട്ടെ ഇതിനാണല്ലോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടും. അവിടെ ഐഫോൺ 15 ക്ലിയർ വിന്നറാണ്. രണ്ടാമത് ഐഫോൺ 15ൽ സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഉള്ളത്. ആൻഡ് അതെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ബെറ്ററാണ്. ആൻഡ് മൂന്നാമത് പറയാനുള്ള വെച്ചാൽ അതിൽ ഡൈനാമിക് ഐലൻഡ് ഉണ്ട്.
ആൻഡ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഐഫോൺ 15 ഇതിനെക്കാളും കുറച്ച് ഏറെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടാണ് ഈ ഫോണിനെ സ്കിപ്പ് ചെയ്താണ്ട് ഐഫോൺ 15ക്ക് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയാൻ കാരണം ഐഫോൺ 14 എന്ന് പറഞ്ഞാൽ ഈ 2026 ഒരു എൻട്രി ലെവൽ ഡിവൈസാണ്. ഒരു എൻട്രി ലെവൽ ഡിവൈസ്. അതായത് ഐഫോൺ നിങ്ങൾക്ക് എടുക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഐഫോണാണിത്. ഏറ്റവും മിനിമം ഐഫോൺ. കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ഐഫോൺ 14 പ്ലസ് ആണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഐഫോൺ 14 പ്ലസ്സിൽ തീരും. ഐഫോൺ 14 പ്ലസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് ഓവറോൾ സ്റ്റിൽ ഇപ്പോഴും നല്ലൊരു ഫോണാണ്. കാരണം ആ ബാറ്ററി ഹെൽത്തും പാടെ മെച്ചപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഫോണിൽ ഇതിനേക്കാളും നമുക്ക് എത്രയോ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. കാരണം നമുക്കൊരു 1 ഡേ അതിൻ്റെ ബാറ്ററി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം അതിന് ഏകദേശം 4000 mAh സംതിങ് ബാറ്ററി ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 1 ഡേ കൊണ്ടുപോകാൻ പറ്റും. ഈവൻ ദോ ഈ ഐഫോൺ 15നും 14 പ്ലസിനും 15നും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. അത് ഓർക്കണം. പിന്നെ ഐഫോൺ 15 വെച്ചാൽ ഐഫോൺ 15 ഇപ്പോൾ 3 കൊല്ലം ഓൾഡറാണ്. പക്ഷേ ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം 3 കൊല്ലം ഓൾഡർ കുറച്ചും പാടെ ഇനിയും അതൊരു നെക്സ്റ്റ് ഒരു 3 to 4 ഇയേഴ്സും ഐഫോൺ 15 യൂസ് ചെയ്യാൻ കഴിയും. ഈവൻ ദോ അതിലും ആപ്പിൾ ഇൻ്റലിജൻസ് ഒന്നുമില്ല, അതിലും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ബട്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതിനേക്കാളും ബെറ്റർ ക്യാമറ, ഇതിനേക്കാളും ബെറ്റർ പ്രൊസസർ ഓഫ് കോഴ്സ് അതിൽ A16 ആണ്, ഇതിൽ A15 ആണ്. ആൻഡ് പിന്നെ പറയുന്നത് ഇതിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ബാറ്ററി ഹെൽത്ത് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഐഫോൺ 15 എപ്പോഴും ഇതിനെ ബീറ്റ് ചെയ്യും. C-ടൈപ്പ് ചാർജിങ് കേബിളൊന്നും ഇല്ലതൊക്കെ കൊണ്ടൊക്കെ. ആൻഡ് പിന്നെ പറയുന്നത് ഐഫോൺ 15 പ്ലസും നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ ഓവറോൾ ഈ ഐഫോൺ 15 പ്ലസിനൊക്കെ ഞാൻ കണ്ടിട്ട് ആകെപ്പാടെ ഒറ്റ പ്രശ്നമുള്ളൂ. ഒന്നാമത് അതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണെന്നുള്ള ഒരേ ഒരു പ്രശ്നം ഐഫോൺ 15 പ്ലസിനുള്ളൂ. ഐഫോൺ 15 പ്ലസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ എന്നുള്ള കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ 15 പ്ലസ് സ്റ്റിൽ ഒരു നല്ല ഫോണാണ്. നല്ല ബാറ്ററി, നല്ല ക്യാമറ, നല്ല ഡിസൈൻ, എല്ലാം ഓക്കെ. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആൻസർ കിട്ടുന്നതായിരിക്കണോ? ഇന്നോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14 2026 എടുക്കണ വെറുത്താണല്ലോ ചോദിച്ചാൽ ഇത് കുറച്ച് ലേറ്റായി പോയി ഐഫോൺ 14 എടുക്കാൻ. ഈ ഞാൻ എടുത്ത പോലെ ഒരു 1 ഇയർ മുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ബട്ട് ഈ 2026 അവസാനിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഐഫോൺ 14 എടുക്കുന്ന കാര്യം എന്തുകൊണ്ടും നല്ലത് ഐഫോൺ 15ക്ക് മാറണേ കാരണം. ആൻഡ് എസ്പെഷ്യലി ഈ വരുന്ന ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ ഒരു അണ്ടർ 50K ഒക്കെ താഴെയായിട്ട് ഈ ഐഫോൺ 15 256 GB വേരിയൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ യൂസ് ചെയ്യണ ഈ ഐഫോൺ 14 256 GB വേരിയൻറ്റ്. എന്തുകൊണ്ടും നമ്മൾ ഏത് ഫോൺ നമ്മൾ 256 GB വേരിയൻറ്റ് എടുക്കണം. അതിപ്പോൾ ഐഫോൺ ആവട്ടെ ആൻഡ്രോയിഡ് ആവട്ടെ. ഐഫോൺ 15 ബിഗ് ബില്യൺ ഡേ സെയിൽ 128 GB വേരിയൻറ്റ് നല്ല പ്രൈസ് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അത് എടുക്കരുത്. എപ്പോഴും നമ്മൾ 256 GB വേരിയൻറ്റിലേക്ക് പോകാൻ ശ്രമിക്കണം. ആൻഡ് ഐഫോൺ 14 പറ്റി ഓവറോൾ എനിക്ക് ഇതാ പറയുള്ളത്. ഞാൻ ഒന്നും പാടെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ക്യാമറ, ഇങ്ങനത്തെ ബിൽഡ് ക്വാളിറ്റി, ഡിസൈൻ, പെർഫോമൻസ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പുലിയാണ്. എസ്പെഷ്യലി വീഡിയോ എടുക്കാനൊക്കെ ഇത് നൈസാണ്. ബട്ട് ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ വെച്ച് വരുമ്പോൾ ഇതിൻ്റെ ഏജിങ്ങും പിന്നെ ഇതിൻ്റെ ലൈറ്റ്നിങ് കേബിള്, പിന്നെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആണ്. പ്രത്യേകിച്ച് ഒരു ഹെവി യൂസറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഐഫോൺ 14 നിങ്ങൾക്ക് ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള കാരണം വെച്ചാൽ ഇത് എടുത്ത് കണ്ട് റിഗ്രറ്റ് വരാതിരിക്കാനാണ്. കാരണം നിങ്ങൾ സ്ക്രീൻ ഓൺ ടൈം ഒരു ദിവസം തന്നെ ഒരു 8 ഹവേഴ്സിൻ്റെ ഒക്കെ മേലാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞതല്ല. കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എനിക്ക് ഈ ഐഫോൺ 14 ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ദാറ്റ്സ് വൈ അത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് അത് ഇതിന് ഇപ്പോഴും ഒരു 30K ഒക്കെ പ്രൈസ് വരുന്നുണ്ട് ഈവൻ യൂസിന്. കാരണം ആപ്പിളിൻ്റെ മാർക്കറ്റ് വാല്യൂ അത്രയും കൂടുതലാണ്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വേണ്ട. ഇപ്പോൾ ഞാൻ ഈ ഫോൺ വിറ്റാൽ എനിക്ക് ഏകദേശം 25K കിട്ടും. അങ്ങനെ ഒരു കാര്യം വേണ്ട. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഗോ ഫോർ ഐഫോൺ 15 ആൻഡ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഏത് ഫോൺ റിവ്യൂ ആണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിക്കണമെങ്കിൽ അതും പറയാം. ഞാൻ എൻ്റെ ഈ 1 ഇയർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നൈസാണ്. എസ്പെഷ്യലി ഇൻ ഹാൻഡ് ഫീലും കാര്യങ്ങളും നോക്കണമെങ്കിൽ നൈസാണ്. ഏകദേശം എനിക്ക് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ഗുഡ് ബൈ. ജസ്റ്റ് സബ്സ്ക്രൈബും ലൈക്കും മറ്റേ പരിപാടിയൊക്കെ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് വലിയ ടെക് ക്രിയേറ്റർ ആവണ്ടേ. നമ്മൾ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോയി കടന്നുറങ്ങട്ടെ.